ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പരിശുദ്ധ മറിയത്തോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും ഓർമ്മിപ്പിച്ച് സ്ത്രീകളുടെ മാഹാത്മ്യത്തെ ഉയർത്തുകയും ഉണർത്തുകയും ചെയ്ത നസ്രായനായ മിശിഹായെ, ഈ തിരുവചന ധ്യാനത്തിലൂടെ സ്ത്രീകളെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ഓരോ സ്ത്രീകൾക്കും അവരുടേതായ തനിമയും ചൈതന്യവും തിരുവചനത്തിലുണ്ടെന്ന് കണ്ടെത്തി അതനുസരിച്ച് അവർക്ക് ജീവിക്കാനുമുള്ള ചൈതന്യം ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ അവിടുന്ന് നൽകുമാറാകട്ടെ. പരിശുദ്ധ മറിയമേ, വിശുദ്ധ വിപ്രേസ്യമ്മേ, വിശുദ്ധ കൊച്ചുത്രേസ്യായെ, നിങ്ങളുടെ മാധ്യസ്ഥം ഈ തിരുവചന ധ്യാനത്തിൽ ഞങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:25 മുതലുള്ള തിരുവചനങ്ങൾ. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്തു പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നാലെ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തിയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് നീ വിമുക്തയായിരിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ ഈ ലോകത്തിൽ സ്ത്രീകളോട് ഏറ്റവും അധികം കാരുണ്യവും സ്നേഹവും കാണിച്ചിരിക്കുന്ന ഒരു ഗുരു ആയിരിക്കാം നസ്രായനായ മിശിഹ. ഈശോയുടെ ജീവിതത്തിൻ്റെ ആദ്യ താള് മുതൽ അവസാന താള് വരെ പരിശോധിക്കുമ്പോൾ അവൻ്റെ എല്ലാ വാക്കുകളിലും ഈ സ്ത്രീകളോടുള്ള ആദരവിനെ കുറിച്ചൊക്കെയുള്ള നല്ല സൂചനകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവൻ പറഞ്ഞു, ഓരോ മൊഴികളിലും പരിശുദ്ധ അമ്മ വഴിയായിട്ട് ആദ്യം അത്ഭുതം സംഭവിക്കണു. ഇപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിലൊക്കെ ഈ സ്ത്രീയൊക്കെ ഈശോ ഇങ്ങനെ അവളുടെ രോഗത്തിൽ നിന്ന് വിമുക്തിയൊക്കെ ആക്കുന്നതായിട്ട് കാണുകയാണ്. നമ്മൾ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീകളെ ആദരിക്കാനും സ്ത്രീകളെ സ്നേഹിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഈ തിരുവചനത്തിൽ എന്ന് കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുക. ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ മനോഭാവം നിനക്കും സ്ത്രീകളോടുണ്ടാകണം എന്നുള്ളതാണ് ഈ തിരുവചന ധ്യാനത്തിൻ്റെ ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ. ഒരു നെറികെട്ട സംസ്കാരത്തിൻ്റെ നടുമുറ്റത്താണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നതും വേദനിക്കപ്പെടുന്നതും ഒക്കെ സ്ത്രീകളാണ് എന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാന്യത ഇല്ലാത്ത ഒരു സംസ്കാരത്തിൽ തിരുവചനത്തെ സ്നേഹിക്കുന്നവർ, ഈശോയെ സ്നേഹിക്കുന്നവർ സത്യമായിട്ടും വേണ്ട ഒരു കാര്യം സ്ത്രീകളോട് അത്രയും ആദരവ് പുലർത്തണം എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഈ തിരുവചനത്തിൻ്റെ ആദ്യത്തെ ഭാഗമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഈശോ എന്ന് പറയുന്ന ഒരാളെ ഒരുവള് തിരിച്ചറിയാം. രക്തസ്രാവത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന ഇവൾ അറിയാണ്, ഒരു മനുഷ്യൻ എന്നെ സ്നേഹിക്കും, എന്നെ പരിഗണിക്കും എന്ന് തീരുമാനിക്കുക. ഇന്ന് പുരുഷന്മാരായ ഞങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു സമീപനം ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ചൊക്കെ ബലമായ സംശയം ഇന്നുണ്ട്. ആ മനുഷ്യൻ്റെ മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരല്പം കരുണയും ഒരല്പം സ്നേഹവും കിട്ടും എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ സ്നേഹിച്ചിരുന്നേ എന്ന് നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുക. അതല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെ ഉള്ളിലും ഭാരതീയ പാരമ്പര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്ന 3 ക്വാളിറ്റി ഉണ്ട്. അതൊന്ന് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുക. പരിശുദ്ധ മറിയത്തിൻ്റെ ആവട്ടെ, വിശുദ്ധരായ സ്ത്രീകളുടെ ആവട്ടെ, വിശുദ്ധയായ സ്ത്രീകളുടെ ആവട്ടെ, എല്ലാവരുടെയും ജീവിതത്തിലുള്ള ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്
അവരിങ്ങനെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ജീവൻ പണയം വെക്കുന്നവരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സ്ത്രീ വേണമെങ്കിലും പരിശോധിച്ചോ, പുരുഷനേക്കാൾ അധികം സാഹസത്തിന് മുതിരുന്നത് നിശ്ചയമായിട്ടും ഒരു സ്ത്രീ തന്നെയാണ്. ഒരു കുഞ്ഞുദാഹരണത്തിന് ആ കുരിശിൻ്റെ വഴിയുടെ യാത്രയൊന്ന് ഓർത്താൽ മതി. പടയാളികളുടെയും അതല്ലെങ്കിൽ ആ ഒരു കുറേയധികം മനുഷ്യരുടെ ഇടയിലൂടെ നടന്നു പോകാൻ പേടിച്ചിട്ട് ഈശോയുടെ പല ശിഷ്യന്മാരും ഒളിച്ചോടി പോവാ. നിന്റെ കൂടെ മരണം വരെ നിലനിൽക്കാമെന്ന് പറഞ്ഞ പലരും അവൻ്റെ ഈ ഒരു സങ്കടങ്ങളുടെ ഗത്സമിനി തൊട്ട് അവനെ തനിച്ചാക്കി പോവാം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്ത മുഖം കാണുന്നത് അത് ആ ഒരു വെറോനിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയാണെന്ന് പറയുന്നത്. ഈ പടയാളികളുടെ ഇടയിലൂടെ പോയിട്ട് അവൾ ഈശോയുടെ തിരുമുഖം തുടച്ചു, ഈശോയെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ആ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു തലം. ഈ ഒരു തിരുവചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴൊക്കെ തോന്നുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഈ സ്ത്രീ ചെയ്തത്, വെറോനിക്ക എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് ഒരു സാധാരണ ഒരു കാര്യമൊന്നുമല്ല. ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പുരുഷനും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമൊക്കെ ആയിരിക്കാം ഈ പാവപ്പെട്ട ഈ സ്ത്രീ ചെയ്യുന്നത്. അവൾക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പുറകിൽ സംഭവിക്കാനിരിക്കണ ദുരന്തങ്ങൾ മുഴുവൻ. എന്നിട്ടും അവൾ ചെയ്യുന്ന കാര്യം എന്താ? അവൾ ഇങ്ങനെ ചെയ്യാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്. അവൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പതുക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ആഗ്രഹിക്കാം. ജീവൻ പണയം വെച്ചിട്ടാണ് അവൾ പോകുന്നത്. ഒരുപക്ഷെ ആ പടയാളികൾ നീ എങ്ങോട്ട് വരണേന്ന് പറഞ്ഞിട്ട് ആളൊന്ന് വീശിയ ഒരുപക്ഷെ ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം തീർന്നു പോയേനെ. അതല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഇവളെക്കുറിച്ചുള്ള അപഖ്യാതികൾ പരക്കുന്നൊക്കെ ഇവൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഇവൾ ചെയ്യുന്ന കാര്യം എങ്ങനെയാ? സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇവൾ ജീവൻ പണയം വെച്ച് മുന്നേറുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടെയൊക്കെയുള്ള നാട്ടിൻപുറങ്ങളിലൊക്കെയുള്ള എല്ലാ അമ്മമാരെയൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ അവരോട് തോന്നുന്ന ഒരു വല്ലാത്ത സ്നേഹം എന്നുള്ളത് ഈ പാവപ്പെട്ട അമ്മമാർ അവരുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ മക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ആയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഏതമ്മയെ സ്നേഹമുള്ളവരെ ഒരു ഈറ്റുനോവിൻ്റെ കണക്കോ ഏത് സ്ത്രീയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത്? എത്ര നൊന്തുപെറ്റ അമ്മയായാലും മക്കളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുക എന്നല്ലാതെ അവർ ചെയ്യുന്ന കന്നത്തരങ്ങൾക്ക് സമയത്ത് സ്വന്തം അമ്മയെ വേദനിപ്പിക്കുന്നവരോട് പോലും അവർ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട്. ആ കഥയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഒരു വിധവയായ സ്ത്രീ മോനെ ഇങ്ങനെ നല്ലപോലെ വളർത്തുക. അത് കഴിഞ്ഞ് ഈ മോൻ വലിയ ആളാവുമ്പോൾ ഇവൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിനക്ക് എന്നോട് ഏറ്റവും സ്നേഹമുണ്ടെന്ന് അറിയാനായിട്ട് നിൻ്റെ അമ്മയുടെ ഹൃദയം എനിക്ക് താ. അങ്ങനെ പറയുമ്പോൾ ഇവൻ പോയിട്ട് എന്ത് ചെയ്യുക? സ്വന്തം അമ്മയുടെ ഹൃദയം ഇങ്ങനെ വലിച്ചൂരുക. അതിങ്ങനെ മുറിച്ച് അതിങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ട് പോയിട്ട് കൊടുക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇവൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കാൽ വഴുതിയിട്ട് ഇവനിങ്ങനെ വീഴുക. ആ വീഴുമ്പോൾ ഈ ഹൃദയമിടിപ്പ് പോലെയായിട്ട് ചോദിക്കുന്ന കാര്യം ഇങ്ങനെ: എൻ്റെ മോനെ നിനക്ക് വലുതും പറ്റിയ? ഇത് അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെയാണ്. എല്ലാ അച്ഛന്മാരുടെയും ജീവിതത്തിലൊരു പുരോഹിതൻ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ഓർമ്മയും അല്ലെങ്കിൽ ഒരു നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് അത് അമ്മ നൽകണ ഒരു സ്നേഹമൊക്കെയാണ്. ഉള്ളിലൊരു അല്പം ഒരു സംഗീതത്തിൻ്റെ വാസന ഉള്ളത് അത് നിശ്ചയമായിട്ടും ചെറുപ്പത്തിൽ അമ്മ പാടിത്തന്ന താരാട്ടുപാട്ടിൻ്റെ ഈരടികളൊക്കെയാണ്. അവരെത്ര വലിയ പാട്ടുകാരോ ഡോക്ടറേറ്റ് എടുത്തവരോ ഒന്നുമല്ല. പക്ഷേ ഒരു അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കെടുത്തുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞ് ഇത്രയും ഉറങ്ങണേ? ചില പടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, അമ്മ ഒരു പാട്ട് പാടുമോ, ഞാനൊന്ന് ഉറങ്ങട്ടെ? എന്താ ഈ കുട്ടി അപ്പനോട് പറയാത്തേ? കാരണം സ്നേഹത്തിൻ്റെ മുഴുവൻ പൂർണ്ണതയും ഈ അമ്മയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഉള്ളിലുണ്ടെന്നുള്ളതിന് നിശ്ചയമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ പല സന്ദർഭങ്ങളിലും ആ നാട്ടിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ഓരോ പുരുഷന്മാരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീയായും ഒരു മൃഗമായും ജനിപ്പിക്കാതിരുന്നതിന് ദൈവമേ നന്ദി എന്ന് പറയുന്ന ഒരു കൾച്ചറിലാണ് ഈശോ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കൂടെ ഒത്തിരി ദൂരം സഞ്ചരിക്കണേ. അവിടെയുള്ള സ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ ഈശോ പോവാ. ഓർസ്ലൈൻ നഗരിയിലുള്ള സ്ത്രീകളോട് ഈശോ പറയുന്ന വാചകം എന്താ? നിങ്ങൾ സങ്കടപ്പെടല്ലേ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയേ. കാരണം ഈശോയ്ക്ക് അറിയാം ഇതൊരു പുരുഷനോട് പറഞ്ഞാൽ അത്ര എപ്റ്റായിട്ട് അത് തീരണമെന്നില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ? നിങ്ങൾക്കത് കറക്റ്റാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെയ്യാം. വെറുതെ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുന്നത് ആരാ? അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കുന്നത് ആരാ? അല്ലെങ്കിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളും കിട്ടാതിരിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചില അമ്മമാർക്കും നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അല്ലേ, നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ അനിയത്തിമാർക്കും ഒക്കെ അല്ലേ. ഞാനിങ്ങനെ വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് താഴെ 2 അനിയത്തിമാരൊക്കെയാണ്. അവർ എനിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കിങ്ങനെ കണ്ണ് നിറഞ്ഞു പോവാം. ഒരുപക്ഷെ അവർക്ക് ഇഷ്ടമുള്ള കുറേ ഭക്ഷണ പദാർത്ഥം ചേട്ടൻ വരണമെന്നൊക്കെ അറിയുമ്പോൾ ഈ മക്കൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ വേണ്ട ഏട്ടാ എന്ന് പറയണതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് സ്നേഹമുള്ളവരെ. ഇതൊരു സ്ത്രീക്ക് മാത്രമുള്ളതാ.
അങ്ങനെയുള്ള ഈ സ്ത്രീകളോട് എങ്ങനെയാണ് നമുക്ക് ഇത്രയും ക്രൂരമൊക്കെ ആയിട്ടും അതല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ അവരുടെ ശരീരത്തെയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ ഒരു തിരുവചനമൊക്കെ ഈശോയെ സ്നേഹിക്കുന്ന മക്കൾക്ക് സ്ത്രീകളുടെ ഈ ഒരു അവർ സ്നേഹിക്കുന്ന തലത്തെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക. അവർ മാസത്തിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദനയൊന്ന് ഓർത്ത് നോക്കി. ഒരു ഈശോയ്ക്കും അല്ലെങ്കിൽ പിതാവായ ദൈവത്തിനൊക്കെ കറക്റ്റ് അറിയാം. ഒരു പക്ഷേ പുരുഷനാണ് അങ്ങനെ ഒരു കാര്യം കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് ഇട്ടെറിഞ്ഞു പോവും, അല്ലെങ്കിൽ മക്കളെ ഉദരത്തിൽ വഹിക്കാൻ പോലും അവർ തയ്യാറാവില്ല എന്നൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് കൊടുക്കണേ. കഴിഞ്ഞ ദിവസം ഒരു പരിചയമുള്ള ഒരു മോളിങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചേക്കുക. ആ വാട്സപ്പ് മെസ്സേജിൻ്റെ തീം ഇങ്ങനെയാണ്: മാലാക ദൈവത്തിനടുത്ത് ചോദിക്കുക, എന്തേ ഈ സ്ത്രീകൾ അവസാനം സൃഷ്ടിച്ചേ? എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവസാന സ്ത്രീയെ സൃഷ്ടിച്ചേ. അപ്പോൾ പിന്നെ ദൈവം ഇങ്ങനെ പറയാം, അവൾക്ക് ഒരുപാട് പ്രത്യേകതയുള്ള സ്ത്രീയാണ്. അതിനുശേഷം ഇങ്ങനെ കുറേ കമൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്ത്രീ അവൾ സഹിക്കണ പോലെ, അവൾ സ്നേഹിക്കണ പോലെ, അല്ലെങ്കിൽ അവൾ പരിഗണിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് വയ്ക്കുക. ഈ ഒരു വാട്സപ്പ് മെസ്സേജ് കഴിഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് കാര്യമായിട്ട് ഇങ്ങനെ മാലാഖ ഇങ്ങനെ ചോദിക്കുക, ഇനി അവർക്ക് എന്തെങ്കിലും കുറവുണ്ടാവും, അവർക്ക് എന്തെങ്കിലും കുറവുണ്ടാകും ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറയാം, ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അവർക്ക് ഇല്ല എന്നുള്ളത് മാത്രമേ അവരുടെ കുറവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. അപ്പോൾ ഇതെൻ്റെ എനിക്കിത് അയച്ചു തന്ന മോളോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ പുരുഷന്മാർ നിങ്ങളിന്ന് ഇത്ര സ്നേഹിക്കുന്നില്ലേ ചോദിക്കുക. അപ്പോൾ അതിനവരിങ്ങനെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് അവസാനിപ്പിക്കുക. സ്നേഹിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ഇത്രയും അവരിങ്ങനെ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയൊന്നും സ്നേഹമുള്ള ഇവർ സത്യമായിട്ടും നമ്മൾ പുരുഷന്മാർക്കില്ല. അപ്പോൾ ഈ ഒരു തിരുവചന ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരാണിത് കേൾക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ചിന്തിക്കണം, എന്നേക്കാൾ അധികം സ്നേഹിക്കാൻ അവർക്കുള്ള കഴിവുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? അവരാണ് ഈ ഒരു മേഖലയിൽ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്നവർ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത അതിനുവേണ്ടി ജീവൻ കൊടുക്കുന്നവർ ഉണ്ട് എന്നുള്ളതൊന്ന് തിരിച്ചറിയാം. എൻ്റെ ഈ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതിൻ്റെ പേരിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടി ഓർക്കുക. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവളായിട്ട് നല്ലൊരു ചങ്ങാത്തുള്ളായിരുന്ന ഒരാളാണ് ഞാൻ. അവൾ എന്നിട്ട് കല്യാണം കഴിക്കാൻ പോണത് വളരെ അവളുടെ സ്റ്റാറ്റസിനൊന്നും യോജിച്ചുള്ള ഒരു കുട്ടീനെയൊന്നുമല്ല കിട്ടുന്നത്. അപ്പം ഞങ്ങളവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടുണ്ട് അവൻ ജീവിക്കാൻ പോകുന്നത് ഏറ്റവും മാക്സിമം 5 വർഷം എന്നുള്ളത്. അത്രയും പ്രശ്നങ്ങളുണ്ട് അവന്, ശരീരത്തിൽ അത്രയും വൈകല്യങ്ങളുണ്ട്, പിന്നെ നീ എന്താ ചെയ്യുന്നത്? അവളിങ്ങനെ കുറേ നേരം എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാം, ഞാൻ അവനെ സ്നേഹിക്കണു. ഒരൊറ്റ വാക്ക് പറഞ്ഞോളൂ, ഞാൻ അവനെ സ്നേഹിക്കണു. പറഞ്ഞതുപോലെ തന്നെ ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും അവൻ ഈ ലോകം വിട്ട് പോവാം. ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവളിങ്ങനെ എതിർ ദിശയിൽ വരുന്ന കാണാം, ചെറിയ 2 കുഞ്ഞുവാവകളെയൊക്കെ പിടിച്ചിട്ട് 2-3 വർഷത്തിനുള്ളിൽ 2 പെൺകുട്ടികളെയും പിടിച്ചിട്ട് ഒരു കുഞ്ഞിനെങ്ങനെ നെഞ്ചിലെടുത്തിട്ടും മാറിൽ ചേർത്തും ഒരു കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്തിട്ട് ദൈന്യതയുണ്ട് അവളുടെ മുഖത്ത്. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വീണ്ടും വിവാഹത്തിന് നിനക്ക് ആലോചിച്ചുകൂടെ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റിയൂടെ ലൈഫിനെയൊക്കെ ചോദിക്കുക. അപ്പോൾ അപ്പോഴും അവൾ ഈ ഒരു കുറേ നാളുകൾക്ക് ശേഷം പറയുന്ന കാര്യമാണ്, മരിച്ചാലും എൻ്റെ ഉള്ളിൽ ഈ ഒരു സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയാം. മരിച്ചാലും എൻ്റെ ഉള്ളിൽ ഈ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചില വിശുദ്ധരോടൊക്കെ നമുക്ക് വല്ലാത്തൊരു സ്നേഹമൊക്കെ വിശുദ്ധകളോട് തോന്നാൻ കാരണം. എവുപ്രസ്യമൊക്കെ പറയുന്ന കാര്യം, വിശുദ്ധിയാവുന്ന സമയത്തൊക്കെ എവുപ്രസ്യമയുടെ ഒരു വാചകം ഇങ്ങനെയാണ്, മരിച്ചാലും മറക്കില്ല. അതൊരു പക്ഷേ ഒരു പുരുഷനും ഇന്നോളം പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതൊരു സ്ത്രീക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ചിലപ്പോൾ നമ്മളിങ്ങനെ തോട്ടിലേക്ക് പോലും ഇറങ്ങാൻ കാലൊന്ന് വെള്ളത്തിലേക്ക് എടുത്തു വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത അമ്മമാരൊക്കെയാണ്. പക്ഷെ ഒരു കുഞ്ഞുവാവ, അവരുടെ ഒരു കുഞ്ഞുവാവ വെള്ളത്തിൽ വീഴട്ടെ, കിണറ്റിൽ വീണാൽ പോലും അവർ ചാടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ എത്ര സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് എങ്ങനെയാണ് നമുക്കിങ്ങനെയൊക്കെ അവരെക്കുറിച്ച് ഇങ്ങനെ മാന്യതയില്ലാതെയൊക്കെ പറയാൻ പറ്റുന്നത്? പ്രത്യേകിച്ച് ഇന്നൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു ബസ്സിൽ പോകുമ്പോഴും യാത്രയിലൊക്കെ കാണുന്ന ഈ സ്ത്രീകളുടെ ശരീരത്തെയൊക്കെ ഇങ്ങനെ അത്രയും മ്ലേച്ഛമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നതിൽ അവരുടെ പങ്കിനേക്കാൾ ഉപരിയായിട്ട് അത് പുരുഷന്മാരല്ലേ. അവരതിനെങ്ങനെ അടിമപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു തിരുവചനത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് അവരുടെ ഉള്ളിൽ ഈ ഒരു സ്നേഹത്തെ ഈശോ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇത് നീ തിരിച്ചറിയുന്നുണ്ടോ, ഞാൻ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ അമ്മമാരും ഓർക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ത്രീത്വം എന്ന് പറയുന്ന കാര്യം അത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ഞാനിങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് കൂടെ ഓരോ സ്ത്രീകൾ ഓർമ്മിക്കണം. ചിലപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം എന്നുള്ളത് ഈ സ്ത്രീകൾ ആ ഒരു വാട്സപ്പ് മെസ്സേജിൽ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീകൾ തന്നെ അവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതങ്ങനെ വല്ലാതെ ഇങ്ങനെ അതൊന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്ത്രീയും അത് അവരുടേതായ ഒരു മാന്യതയിലൊക്കെ ജീവിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അവരെന്നെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അത് അവരുടെ ഒരു വേഷത്തിന് പറ്റുന്നതൊക്കെയാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എങ്ങനെയാണ് ഈശോ ഇങ്ങനെ സ്ത്രീകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അവരുടെ ഉള്ളിൽ ഈ ഒരു സ്നേഹം ഈശോ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീകൾ ക്ഷമിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആരും ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ
ഈശോയുടെ അമ്മയായ ആ പാവപ്പെട്ട മറിയത്തെ മാത്രം ഒന്ന് ഓർത്താൽ നല്ലതാ. തൻ്റെ മകനെ കൊല്ലുന്നവരുടെ അടുത്ത് പോലും പോയിട്ട് ക്ഷമിക്കാതെ അവൾ നിന്നെന്ന് പറയുന്നില്ല. അവൾ ക്ഷമാപൂർവ്വമാണ് ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഈ പറയുന്ന പരിശുദ്ധ മറിയത്തെ മാത്രം ഒന്ന് ധ്യാനിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയെ മാത്രം ഒന്ന് ധ്യാനിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈശോ ഒരു ഗിഫ്റ്റ് പോലെ ആ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പറയണത്, എന്താ നിൻ്റെ മകൻ. അമ്മ നീ പേടിക്കണ്ട, സ്ത്രീയെ നീ പേടിക്കണ്ടെന്ന് പറയണേ. അമ്മാന്ന് പോലുള്ള വാക്കല്ല ഉപയോഗിക്കണേ, സ്ത്രീയെ. അത് അത്രയും ഡിഗ്നിഫൈഡ് ആയിട്ടാണ്. ഇപ്പം നമ്മളെപ്പോലുള്ളവരാണ് പറയണത്, അവനിങ്ങനെ അമ്മാന്ന് വിളിച്ചില്ല സ്ത്രീയെ എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ വളരെ ലോക്കലൈസ് ചെയ്യുക. പക്ഷേ ക്രിസ്തു ചെയ്യുന്നത് എന്താ, അത് അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ട് പറയണത്, സ്ത്രീയെ ഇത് നിൻ്റെ മകൻ. കൊടുക്കുക ഒരു സ്നേഹസമ്മാനമായിട്ട്. കാരണം എന്താ, ക്ഷമിച്ചതിന് അമ്മയ്ക്കുള്ള എൻ്റെ സമ്മാനം എന്ന് പറയാം. ഒരു സ്ത്രീ ക്ഷമിച്ചതുപോലെ ആർക്കും സ്നേഹം ക്ഷമിക്കാൻ പറ്റുക. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ട് വല്ലാത്ത സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. അത് ഇത്രയേ ഉള്ളൂ, സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ കിടക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്നതൊക്കെ ഈ പാവപ്പെട്ട ഭാര്യ കാണുക. ചങ്ക് പൊട്ടിയിട്ടാണ് ഇവിടെ നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു കാണാപ്പൊന്നു പോലെയുള്ള സ്നേഹമൊക്കെ തീർന്നു കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് വീട്ടിലേക്ക് വരിക. അപ്പോൾ ഒരു സാധാരണ ഒരു പുരുഷനാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ തിരിച്ച് അയാളുടെ അടുത്ത് ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യത്തിലും ഏർപ്പെടാതിരിക്കുക. പക്ഷേ ഈ സ്ത്രീ ചെയ്യണത് ആവട്ടെ, സാരില്ല, വാ എൻ്റെ ഭർത്താവല്ലേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വന്തം പോലെ ഇങ്ങനെ അത്രയും ചേർത്ത് പിടിച്ചിട്ട് വന്നിട്ട് കരഞ്ഞിട്ട് വന്നിട്ട് പറയാച്ചാ, എനിക്ക് എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ അച്ഛാ? എൻ്റെ ചങ്ക് പൊളിഞ്ഞു പോകണതാ ഞാൻ കണ്ട കാഴ്ച. അത്രയും വേദന ഞാൻ അനുഭവിച്ചതാ, അല്ലെങ്കിൽ മാസങ്ങൾ ഞാൻ അനുഭവിച്ചതാ. പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ ജീവിത പങ്കാളിനെ എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല അച്ഛാന്ന് പറയാം. ഞാൻ വെറുതെ എൻ്റെ അമ്മൂമ്മേനെ ഓർക്കുക. 90 വയസ്സുണ്ട് അമ്മൂമ്മയ്ക്ക്. അപ്പൂപ്പനെ 97 വയസ്സും. അപ്പൂപ്പനെ ഇങ്ങനെ നല്ല കാലത്ത് അമ്മൂമ്മേനെ ഒത്തിരി ശകാരിച്ചിട്ടുള്ളതൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കുറേ കാര്യങ്ങൾ ഇങ്ങനെ വഴക്ക് പറയണു, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈ അമ്മാമ്മേനെ കാണാനായിട്ട് പോവുക, അല്ലെങ്കിൽ ഈ അപ്പൂപ്പനെ കാണാൻ പോവുക. വാർദ്ധക്യത്തിൻ്റെ അത്രയും ഇതിലങ്ങനെയൊക്കെ എടുക്കാം. ഒരു 96-97 വയസ്സൊക്കെ ഉള്ളപ്പോൾ ശരീരത്തിലൊക്കെ ഇങ്ങനെ വ്രണം വന്നിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു അവസ്ഥ സിങ്കിങ് സ്റ്റേജിൽ നിൽക്കുക. അപ്പോൾ അതിന് കൂടെ നിൽക്കുന്നത് ഈ പാവ അമ്മൂമ്മയാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കുക, ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ചെറിയ പരാതി ഒന്നുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മമ്മ എങ്ങനെയൊക്കെ പറ്റണേ? അപ്പോൾ ഇങ്ങനെ ഈ അമ്മമ്മ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയുക, സ്റ്റാഴ്സ എൻ്റെ ഈ ഭർത്താവിനെ സ്നേഹിക്കണ്ടേ? എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂടാ, ഞാനൊരു സ്ത്രീയല്ലേ? സത്യത്തിൽ അമ്മമ്മയുടെ കാലുമ തൊട്ടിങ്ങനെ തൊട്ടുമുത്തിട്ട് ഇങ്ങനെ വരാനായിട്ട് തോന്നുക. 80 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു അമ്മ, ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ അമ്മയ്ക്ക് ഒരുപാട് വേദനയൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ അമ്മ ഇങ്ങനെ ലോകം മുഴുവൻ നടക്കണ പോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാവപ്പൂപ്പിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന രീതിയിൽ ഈ അമ്മൂമ്മ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഏതൊരു കവിതയിൽ പറഞ്ഞ പോലെ, നിനക്കൊക്കെ തണൽ തരാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് വെയിൽ കൊള്ളട്ടുണ്ട്. ഒരു മരത്തിനെ കുറിച്ചൊക്കെ ഒരു കവി എഴുതിയിരിക്കുന്ന നല്ലൊരു കവിതയൊക്കെയാണ്. അത് നിനക്ക് തണൽ തരാൻ വേണ്ടിയിട്ട് ആ മരം ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട് എന്ന് പറയാം. ഇത് നിശ്ചയമായിട്ടും ഈ ഒരു കാര്യം സ്ത്രീകളുടെ കാര്യത്തിൽ കറക്റ്റാണ്. നിനക്ക് തണലേകാനായിട്ട്, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ഷമിച്ച വ്യക്തിയാണ് നമ്മുടെ സ്ത്രീ. വീണ്ടും സ്ത്രീകളെക്കുറിച്ചുള്ള ഈ ഒരു വിചാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കാനുള്ളത്, ഇങ്ങനെ ഒരു 8 മാസം ഉള്ളിലുള്ള ഒരു കുഞ്ഞുവാവയുടെ അമ്മേനെ ഓർക്കുക. ഇങ്ങനെ കുഞ്ഞ് ഉണ്ടാവുന്നത് അത് ഇവൻ്റെ അല്ല, അല്ലെങ്കിൽ ഇവളുടെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അമ്മായിപ്പം തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഒത്തിരി മോശപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും ഈ അമ്മായിപ്പിനൊരു രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഇടപെടുന്നത് ഈ പാവപ്പെട്ട സ്ത്രീയാണ്. 8 മാസം പ്രായമുള്ള ഈ പറയണ പൂർണ്ണ ഗർഭിണി എന്നൊക്കെ ഈ പറയണ സ്ത്രീ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഈ അമ്മായിപ്പിനെ ചെയ്തു കൊടുക്കാം. ക്ഷമയുടെ എല്ലാ തലങ്ങളും അവളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. എൻ്റെ രണ്ടാമത്തെ വിചാരം, നമ്മളിങ്ങനെ ഈ ഒരു സ്ത്രീകളുടെ ഉള്ളിലുള്ള ഈ ഒരു ക്വാളിറ്റി ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, അവൾ കാണിക്കുന്ന വിശ്വാസവും വിശ്വസ്തതയും പോലെ ലോകത്തിൽ മറ്റാരും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ ഈ ഒരു രക്തസ്രാവക്കാരിയുടെ ഉപമയിൽ ഇങ്ങനെ പറയണത്, അല്ലെങ്കിൽ സംഭവത്തിൽ ഇങ്ങനെ പറയണത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കണം. എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഇങ്ങനെ അധികം പുരുഷന്മാരുടെ അടുത്ത് ഈശോ ഈ ഒരു ഡയലോഗ് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ പാപിനിയായ സ്ത്രീയുടെ ആവട്ടെ, അതല്ലെങ്കിൽ ആ സമറിയക്കാരി സ്ത്രീയോടൊക്കെ ആവട്ടെ, ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം എങ്ങനെയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ്. വിശ്വസിക്കുന്നതിൽ ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തികൾ സ്ത്രീകളാണെന്നാണ് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ തലം. ഒരു പക്ഷേ പുരുഷനേക്കാളോ, അല്ലെങ്കിൽ ഒരു കുട്ടിയേക്കാളോ, അല്ലെങ്കിൽ മുതിർന്ന ഒരാളെക്കാളോ ഒക്കെ അധികമായിട്ട് ഓരോ സ്ത്രീയും വിശ്വസിക്കുന്നുണ്ട്. എന്തിനു പെട്ടെന്ന് നമുക്ക് അവരെ കബളിപ്പിക്കാൻ പറ്റുക?
പുരുഷന്മാരായി നമ്മളൊക്കെ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ പല മേഖലയിൽ നിന്ന് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പാവങ്ങൾ ഇവരാവട്ടെ അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവർ പറയാ സ്റ്റിൽ ഐ ബിലീവ് ഇൻ മാൻ ആൻഡ് ഗോഡ്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകം ആൻ ഫ്രാങ്കിൻ്റെ ഒരു പുസ്തകമാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിൽ അവൾ എഴുതി വെക്കണ വാചകൻ്റെ ഒരു ചെറിയ 12-13 വയസ്സുള്ള പെൺകുട്ടി എഴുതി വെച്ചേക്കുക, സ്റ്റിൽ ഐ ബിലീവ് ഇൻ മാൻ, സ്റ്റിൽ ഐ ബിലീവ് ഇൻ മാൻ. ഞാൻ വിശ്വസിക്കുക. അതൊരു പെൺകുട്ടിക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു തിരുവചനത്തിൻ്റെ സമയത്തിൻ്റെ കുറവിൻ്റെ പേരിൽ ഇങ്ങനെ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ഈ വിശ്വസിക്കണ അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കണ ഇങ്ങനെ ക്ഷമിക്കുന്ന ഈ സ്ത്രീയോടൊക്കെയുള്ള വിരോധവും വിദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു കാര്യമൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ്. ഇനി ഓരോ സ്ത്രീയും ചിന്തിക്കണം, ഞാനിങ്ങനെ ഇതുപോലെയൊക്കെയാണോ ജീവിച്ചുകൊണ്ടിരിക്കണേ? സ്നേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ ഞാൻ പണയം വയ്ക്കുന്നുണ്ടോ? ക്ഷമിക്കുന്നതിൻ്റെ മേഖലയിൽ ഞാൻ ഇപ്പോഴും കുറവ് വരുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവളെ സ്ത്രീ എന്നല്ല വിളിക്കണ്ടേ, മറ്റേതെങ്കിലുമൊക്കെ പേരുകൾ വിളിക്കേണ്ടവളാണെന്ന് ചിന്തിച്ചിട്ട് ഓരോരുത്തരും ഇങ്ങനെ കൈവച്ച് ഓരോ സ്ത്രീയും ഇങ്ങനെ ചോദിക്കണം, ശരിക്കും ക്ഷമിച്ചിട്ടുണ്ടാവും? എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്, എൻ്റെ അയൽപ്പക്കത്തിലുള്ളവരുടെ അടുത്തൊക്കെ ചിലപ്പോഴൊക്കെ ഈ പറയുന്ന മേഖലയിൽ ഏറ്റവും കുറവ് കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ സ്ത്രീകളെയാണെന്ന് കൂടെ പറയാതെ ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. ചിലരൊക്കെ ഇങ്ങനെ ക്ഷമിക്കാത്ത മുറിവുകളൊക്കെ ആയിട്ട് വെച്ച് ജീവിക്കുന്നവർ. മൂന്നാമത്തെ മേഖല ഇങ്ങനെ അവർ വിശ്വസിക്കുന്ന പോലെയൊക്കെ വിശ്വസിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ അത്രയും ആഴത്തിൽ വിശ്വസിക്കണം, ഈശോയെ വിശ്വസിക്കണം, കുടുംബത്തിലുള്ളവരെയൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു മിനിറ്റ് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ആ വിധവയായ സ്ത്രീ ഇടുന്ന ചെമ്പ് നാണയം നോക്കുകയും ആ 12 വർഷത്തിൻ്റെ വേദന അനുഭവിച്ചു പോയ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം കണ്ട് വസ്ത്രവിളുമ്പിലൂടെ സൗഖ്യം നൽകുകയും ചെയ്തത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ഈശോയെ, നീ ഇവരെ സ്നേഹിച്ചതുപോലെ ഓരോ പുരുഷന്മാർക്കും സ്ത്രീകളെ സ്നേഹിക്കാൻ ഇനി ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെയുള്ള മോശമായ കാര്യങ്ങൾ സംജാതമാകാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും അവരുടെ ഉള്ളിലുള്ള ഈ ഒരു സ്നേഹം കണ്ടറിഞ്ഞ് ജീവിക്കാൻ, സ്നേഹത്തിനു വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ ഓരോ സ്ത്രീകളെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഓരോ സ്ത്രീകളുടെ ഉള്ളിലും ക്ഷമിക്കാനുള്ള ശക്തി പരിശുദ്ധ മറിയത്തിലുണ്ടായിരുന്നതുപോലെ ഓരോ സ്ത്രീകൾക്കും നൽകാൻ ഈശോയെ നീ ഇടവരുത്തുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. വിശ്വാസത്തിൻ്റെ മേഖലയിൽ അനേകരെ ഉയർത്താൻ സ്ത്രീകളെ അങ്ങ് ജ്വലിപ്പിക്കുകയും അവരുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ ദാർഢ്യവും ഐക്യവും അടുത്ത തലമുറയ്ക്ക് പകർന്നേകാൻ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.